അമിതമായ നിരാശയാണ് നമുക്ക് ടെൻഷന് കാരണമാകുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ടെൻഷനിൽ നിന്ന് നമുക്ക് മോചനം നൽകാൻ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതായത്, ഞാൻ സന്തോഷവാനാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാൾ സന്തോഷിക്കാതിരിക്കാനാവില്ല. അതിനായി നമുക്ക് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ടെൻഷൻ വരുമ്പോൾ വിനോദങ്ങളിൽ ഏർപ്പെടുക. അതായത് പച്ചപ്പുള്ള സ്ഥലങ്ങളിലൂടെ നടക്കുക, പൂന്തോട്ടങ്ങളിലൂടെ നടക്കുക, പാട്ട് കേൾക്കുക, പാട്ട് പാടുക, ചിത്രം വരയ്ക്കുക, വരച്ച ചിത്രങ്ങൾ വെട്ടിയൊട്ടിക്കുക, ഡാൻസ് ചെയ്യുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക. കൂടാതെ ഗാർഡനിൽ പോവുക, ചെടികൾക്ക് വെള്ളമൊഴിക്കുക, ചെടികൾ മാറ്റി നടുക, ചെടിയിൽ ഇറങ്ങി നിൽക്കുക. അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളെ സംരക്ഷിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, പക്ഷികളെ സംരക്ഷിക്കുക, അവർക്ക് ഭക്ഷണം നൽകുക, അവരോടൊപ്പം കുറേ നേരം ഇരിക്കുക, അവരോടൊത്ത് കളിക്കുക. ദീർഘമായി ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്യണം. പ്രാർത്ഥനകളോ മന്ത്രങ്ങളോ ആവർത്തിച്ച് ചൊല്ലുകയും ചെയ്യാം. ഏറ്റവും സന്തോഷം നൽകിയ അനുഭവങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക, അതേപ്പറ്റി ഓർക്കുക. വേണമെങ്കിൽ കുട്ടികളുമായി കളിച്ചിരിയിൽ ഏർപ്പെടാം, അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാം. ദിവസം അരമണിക്കൂർ വ്യായാമം ചെയ്യാം. വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹെവി ടാസ്ക്കായി ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഏതെങ്കിലും ഒരു പാട്ടിടുക, അതിനോടൊപ്പം ഡാൻസ് ചെയ്യുക, ശരീരത്തിന് ഒരു മൂവ്മെൻറ്റ് നൽകുക. ഇതുമൊക്കെ ഒരു വ്യായാമമായി നമുക്ക് കരുതാം. ദിവസം കൃത്യമായ സമയത്ത് ഉറങ്ങുകയും കൃത്യമായ സമയത്ത് ഉണരുകയും ചെയ്യുക. ആഹാരം കൃത്യമായി കഴിക്കുക, അതും കൃത്യസമയത്ത് തന്നെ കഴിക്കുക. കൂടാതെ തന്നെ ആഹാരത്തിൽ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ജോലിയിലോ ഹോബിയിലോ മുഴുകുക. വെറുതെ ഇരുന്ന് ചിന്തിക്കാതെ ഇരിക്കുക. ഇങ്ങനെയൊക്കെ തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനിൽ നിന്നും ഒരു പരിധി വരെ രക്ഷപ്പെടാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസമാണ് എല്ലാത്തിനേക്കാളും പ്രാധാന്യം. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നത് നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എന്നൊരു മനോഭാവത്തോടെ കയ്യിൽ സംരക്ഷിച്ച് മുന്നോട്ട് ജീവിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് സങ്കടപ്പെടേണ്ടതില്ല. ആരുടെയും അഭിപ്രായത്തിന് അതിരു കവിഞ്ഞ് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. സ്വയം ബഹുമാനം തോന്നുന്ന, സ്നേഹിക്കാൻ തോന്നുന്ന നിരീക്ഷണം വളർത്തിയെടുക്കുക. നമ്മൾ സ്വന്തമായി നമ്മളെ തന്നെ സ്നേഹിക്കുക. അപ്രിയമായ ചിന്തകൾ മനസ്സിൽ വന്നു കഴിയുമ്പോൾ അത് വലിച്ചെറിയുക. സുഖം പകരുന്ന ചിന്തകളിൽ ശ്രദ്ധ പതിപ്പിക്കുക. കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ആനന്ദിക്കുക. ചിലർക്ക് സൗന്ദര്യ സംരക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ചിലർക്ക് നെയിൽ പോളിഷ് ഇടുക, നെയിൽ പോളിഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റി നമ്മളിൽ സന്തോഷം പകരുന്ന, നമുക്ക് സന്തോഷം പകരുന്ന എന്ത് സമാധാനം നമുക്ക് കിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടാവുക. കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ പോലും നമ്മൾ ആനന്ദിക്കുക. വിജയ ചിന്തകൾ മാത്രം മനസ്സിൽ കൊണ്ടുവരിക. ദുഃഖങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ മാത്രം കാണുക. അത് സത്യമാണെന്ന് ചിന്തിക്കുക. ഉപകാരപ്രദമല്ലാത്ത ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ഇനി ചിരിക്കാതെ കടന്നു വരുന്ന ദുഃഖങ്ങൾ സ്വീകരിക്കാൻ മനസ്സിനെ സജ്ജമാക്കുക. പിന്നെ കൂടാതെ തന്നെ ഉറക്കം വരുമ്പോൾ മാത്രം ഉറങ്ങാൻ കിടക്കുക. ഉറക്കം വരുമ്പോൾ ബോധപൂർവം ഉറക്കം വരുത്താൻ ശ്രമിക്കരുത്. അത് സ്വാഭാവികമായി, ഉറക്കം എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒന്നാണ്. ബെഡ്റൂം ഉറങ്ങുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അവിടെ വെച്ചുള്ള വായന, ഭക്ഷണം കഴിക്കലൊക്കെ ഒഴിവാക്കണം. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ശാരീരിക വ്യായാമം ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ശരീരം നന്നായി തളർത്തിയെടുക്കുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഉറങ്ങുന്നതിന് മുമ്പ് പാട്ട് കേൾക്കുകയോ ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കുകയോ സ്നേഹ സംസാരത്തിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്യണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ അയവുള്ള വസ്ത്രം ധരിക്കുക. അടിവസ്ത്രങ്ങളെല്ലാം തന്നെ അയച്ചിടുക. ആഹാരം കഴിച്ച ഉടനെ ഉറങ്ങാൻ കിടക്കരുത്. ആഹാരം കഴിയുന്നത്ര നേരത്തെ കഴിക്കാൻ ശ്രമിക്കുക. പകൽ സമയം അധികം ഉറങ്ങാതിരിക്കുക. പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. സുരക്ഷിതവും സുഖകരവുമായ അന്തരീക്ഷത്തിൽ ഉറങ്ങാൻ കിടക്കുക. സുന്ദരമായ കാര്യങ്ങൾ ഭാവനയിൽ കാണാൻ ശ്രമിക്കുക. വേണമെങ്കിൽ ഉറങ്ങാൻ പോകും മുൻപ് ഇളം ചൂടുവെള്ളത്തിൽ കുടിക്കാം. ഉറക്കത്തിന് മുൻപ് ഒരു ഗ്ലാസ് ചൂടുപാൽ കുടിക്കുന്നത് ഉറങ്ങാൻ സഹായിക്കും. അരമണിക്കൂറിലേറെ ഉറക്കം കാത്തു കിടക്കരുത്. എഴുന്നേറ്റ് മറ്റൊരു മുറിയിൽ ചെന്ന് പാട്ട് കേൾക്കുകയോ വായിക്കുകയോ ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ടെൻഷനിൽ നിന്ന് ഒരു പരിധിവരെ മോചനം നൽകുകയും നമുക്ക് സുഖകരമായ ഒരു ഉറക്കം ലഭിക്കുകയും ചെയ്യും. ഞാൻ സവിജ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുഞ്ഞാറ്റകൾ എന്ന യൂട്യൂബ് ചാനൽ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു.